പൊന്നാനി എടപ്പാൾ സംസ്ഥാന പാതയിൽ BM വലിയ പാലത്തിന് സമീപത്തെ കോൾനിലത്തിൽ വൻ അഗ്നിബാധ. കോൾനിലത്തിൽ കൃഷിക്ക് ശേഷം പുല്ലുകൾ നിറഞ്ഞ പ്രദേശങ്ങളിലാണ് തീപിടുത്തം ഉണ്ടായത്. ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു സംഭവം. കത്തിപ്പടർന്ന തീ 25 ഏക്കറോളം കോൾനിലത്തിലെ പുല്ലുകൾ നശിപ്പിച്ച ശേഷം തൊട്ടടുത്ത വീടുകളുടെ കൊടിയിലേക്കും വ്യാപിച്ചു. നിരവധി തെങ്ങുകളും അക്വേഷ്യ മരങ്ങളും കത്തി. ഇതിനിടെ സമീപ പ്രദേശത്തെല്ലാം പുക പടർന്നതോടെ എടപ്പാൾ പൊന്നാനി സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സവും ഉണ്ടായി. പൊന്നാനിയിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തി തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതിരുന്നതോടെ തിരൂരിൽ നിന്നും കുന്നംകുളത്തു നിന്നും ഉൾപ്പെടെ 4 ഫയർ യൂണിറ്റുകൾ എത്തിയാണ് അഗ്നിബാധ നിയന്ത്രിച്ചത്. പൊന്നാനി അഗ്നിരക്ഷാ സേനാ സ്റ്റേഷൻ ഓഫീസർ P. സുനിൽ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സാജു, ഗിരീഷ് കുമാർ, അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത്. കഴിഞ്ഞ പ്രാവശ്യം പൊന്നാനി ഫയർഫോഴ്സിൽ നിന്ന് ആൾക്കാർ വൈകിട്ട് 5 മണിക്ക് വന്നിട്ട് ഇവർ തിരിച്ചു പോകുന്ന എത്ര മണിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മണിക്കാണ്. ഇവർക്ക് വണ്ടി ഇറക്കാനുള്ള സൗകര്യമില്ലായിട്ട് ഇവർ മോട്ടർ തോളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെയുള്ള കിണറ്റിലും കുളത്തിലും വെച്ച് വെള്ളം അടിച്ച് കെടുത്ത് ചെയ്തു. പിന്നെ കുറേ ഇവരെന്ത് ചെയ്ത് ലെതർ ബാഗ് കൊണ്ട് അടിച്ച് കെടുത്തി. ഇന്ന് ഇതേ സംഭവം തന്നെയാണ് ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ളത്. പിള്ളേർ മനഃപൂർവ്വം തീയിട്ട് പോവുക, ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുക. എന്നിട്ട് ഇവിടെ പ്രായമുള്ള ആൾക്കാർ ശ്വാസം മുട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. ഈ പറമ്പ് മുഴുവൻ കത്തി. നമ്മളിതിൻ്റെ അതിര് കല്ലുകൊണ്ട് കെട്ടാൻ ചോദിച്ചാൽ പോലും പെർമിഷനും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളെ പറമ്പിലേക്ക് തീ കയറില്ല. ഇത് കല്ലേര് കെട്ടാൻ വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് പാടാണെന്ന് പറയും, ഒരു ഉപകാരം നടക്കില്ല. പിന്നെ നമുക്ക് കൃഷി ചെയ്യാനെന്ന് പറഞ്ഞാൽ കഴുത്തിനൊപ്പം വെള്ളം നിൽക്കുന്ന ഏരിയയാണ്. നമുക്കതിൽ നെൽകൃഷി ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് കൃഷിയാണ് നമ്മളതിൽ ചെയ്യുക? എന്നാൽ മത്സ്യം വളർത്താൻ വേണ്ടിയിട്ട് തരം മാറ്റിയിട്ട് കുളം പോലെ ആക്കിയിട്ട് മീൻ വളർത്താമെന്ന് വിചാരിച്ചാൽ അതിനുള്ള പെർമിഷനും അനുവദിച്ച് തരില്ല. കൃഷി ഓഫീസിൽ ചെന്നാൽ പറയും തഹസിൽദാർ തരണം. തഹസിൽദാരോട് ചോദിച്ചാൽ പറയും അത് കലക്ടറേറ്റിൽ പോകണം. എവിടുന്നും പെർമിഷനും കിട്ടില്ല. കൃഷി ചെയ്യാതെ അങ്ങനെ കാട് കയറി കിടക്കുക, എന്നിട്ട് നശിച്ചു പോവുക. ഇതേപോലെ കൊല്ലം തീ പിടിക്കുന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ ശ്വാസം കിട്ടാതെ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുക. ഇതാണ് ഇവിടെ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് 190 ഇതിലിപ്പോൾ 10-20 തെങ്ങോളം കത്തി. അപ്പുറത്ത് നമുക്ക് 120 തെങ്ങോളം ഉണ്ട്. അതിലേതാണ്ട് 60-70 തെങ്ങോളം കത്തിപ്പോയി. ഇത് കൂടാതെ അവിടെ മാമ്പഴ കൃഷി ഉണ്ടായിരുന്നു ആ സൈഡിൽ. അത് സാറിന് ഇവിടുന്ന് നോക്കിയാൽ കാണാം. ആ മാമ്പഴം മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ തലവിട്ട തലവരെയുള്ള കംപ്ലീറ്റ് മാവും കത്തിപ്പോയിട്ടുണ്ട്. ഇതാണ് നിലവിൽ നടന്നിട്ടുള്ളത്. ഇത് മനഃപൂർവ്വം കുട്ടികൾ തീയിടുന്നതാണ്, അല്ലാതെ തീ പിടിക്കുന്നതല്ല. ചെറുപ്പക്കാർ പിള്ളേർ ഒഴിഞ്ഞ പറമ്പിൽ അവിടെയും ഇവിടെയും പോയിരുന്ന് തീയിടുന്നതാണ്. റോഡിലേക്ക് പുക വന്നിട്ട് ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലാവുകയും പിന്നെ അടുത്തുള്ള ചെറിയ വീടുകളിൽ ഈ പടരുമെന്ന് സംശയിച്ചപ്പോൾ കുന്നംകുളത്ത് നിന്നും തിരൂരിൽ നിന്നും യൂണിറ്റ് ആവശ്യപ്പെടുകയും കുന്നംകുളത്ത് നിന്നും തിരൂരിൽ നിന്നും യൂണിറ്റ് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംയുക്തമായി തീ അണച്ച് തീ സുരക്ഷിതമായി തിരൂര്, കുന്നംകുളം, പൊന്നാനി 3 സ്ഥലത്തു നിന്നായിട്ട് ഇപ്പം ഇതിന് മുന്നേ ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ ഇതുപോലെ തന്നെ വലിയ പാലത്തിൻ്റെ അങ്ങേ സൈഡ് ഇതുപോലെ തന്നെ തീ അണച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 8 മണിക്കൂറോളം തീ അണച്ചതിൻ്റെ ശേഷമാണ് രാത്രി ഒരു 10 മണിയോട് കൂടിയാണ്. അതിൻ്റെ ഒരാഴ്ച മുന്നേ ഇതുപോലെ തന്നെ വേറെ ഒരു സ്ഥലത്ത് തൊട്ട് അങ്ങേപ്പുറത്ത് ഫയർ ഉണ്ടായിരുന്നു. അതും നമ്മൾ പൊന്നാനിയിൽ നിന്ന് 2 യൂണിറ്റ് വന്നിട്ടാണ്. സ്ഥിരമായിട്ട് തീ ഇവിടെ തീയിടുകയാണെന്ന് സംശയിക്കുന്നത് ഈ ഒരു സംഭവം. അതായത് തീ ഇങ്ങനെ വരാൻ നമ്മളങ്ങനെയാണ് അനുമാനിക്കുന്നത്. അതായത് തീ ഇങ്ങനെ പെട്ടെന്ന് വരില്ല ഈ ഉച്ചയ്ക്ക് സമയങ്ങളിൽ. അത് കാറ്റ് വീശുന്ന സമയത്താണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റുള്ളതുകൊണ്ട് തന്നെ തീ വ്യാപകമായിട്ട് നമ്മുടെ കൺട്രോളിലല്ലാത്ത രീതിയിൽ പോവുകയാണ് ചെയ്യുന്നത്. പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.